ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസിപ്പൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഒരു 4 പാർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 5ാമത്തെ പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യോത്തരങ്ങളിൽ ഒരു 30 എണ്ണമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ 30ാമത്തെ കണ്ടല്ലോ, ഈ മാൻഡേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഇന്ന് നമ്മളൊരു 30 ചോദ്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ 31ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം കേട്ടോ. 31ാമത്തെ ചോദ്യം നോക്കിക്കോ. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതും കൂടെ കാണുക. അപ്പോൾ 31ാമത്തെ ചോദ്യം നോക്കാം. സ്വകാര്യ വാഹന നമ്പർ പ്ലേറ്റുകൾ ഏത് വിധം? ഓക്കെ, അതായത് നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കുന്ന വാഹനങ്ങളിൽ, ടാക്സി വണ്ടികളല്ല, അല്ലാത്തത്. അപ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഏത് തരത്തിലെന്നാണ് ചോദ്യം. അറിയാലോ, നോർമലി നമ്മൾ കാണുന്നതാണ്. എന്താണ്? വെളുത്ത നമ്പർ പ്ലേറ്റിൽ കറുത്ത അക്ഷരം. ഓക്കെ, വെളുത്ത നമ്പർ പ്ലേറ്റിൽ കറുത്ത അക്ഷരമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി 32ാമത്തെ ചോദ്യം നോക്കാം. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞ് എത്ര ദിവസത്തിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാം? ഓക്കെ, അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞു എന്നാണ് കേട്ടോ. അതായത് ഒരു 30 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. ലേണേഴ്സ് ലൈസൻസ് പാസ്സായി 30 ദിവസം അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാനായിട്ട് പറ്റും. 33ാമത്തെ ചോദ്യം നോക്കാം. സ്വകാര്യ വാഹനം ഓടിക്കാൻ നൽകുന്ന ലൈസൻസിൻ്റെ കാലാവധി. ഓക്കെ, അതായത് നോർമലി നമ്മൾ 2 വീലറിൻ്റെയും കാറിൻ്റെയൊക്കെ ലൈസൻസ് എടുക്കില്ലേ, അപ്പോൾ അതിൻ്റെ കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര വർഷമാണ്? 20 വർഷമാണ് കേട്ടോ. 20 വർഷം സ്വകാര്യ വാഹനം ഓടിക്കുവാൻ വേണ്ടി നൽകുന്ന ലൈസൻസിൻ്റെ കാലാവധി 20 വർഷം. 34ാമത്തെ ചോദ്യം നോക്കാം. ഒറ്റത്തവണ നികുതിയുടെ കാലാവധി എത്ര? 15 വർഷമാണ്. നമ്മുടെ വാഹനത്തിൻ്റെയൊക്കെ ടാക്സ് ഇല്ലേ, അതിൻ്റെ കാലാവധിയാണ് 15 വർഷം. ഇനി 35ാമത്തെ ചോദ്യം നോക്കാം. മാനസികമോ ശാരീരികമോ സുഖമില്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷ കേട്ടോ 200 രൂപയാണ് ഫൈൻ കേട്ടോ. എത്ര രൂപയാണ്? 200 രൂപയാണ് ഫൈൻ വരുന്നത്. ഫൈനിലൊക്കെ അത്യാവശ്യം ഇന്നത്തെ കാലത്ത് അത്യാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് ഇതാണ് പഠിക്കാനുള്ളത് കേട്ടോ. RT എക്സാം എന്ന് പറയുന്നൊരു ആപ്പാണ്. അതിനകത്തുള്ള ചോദ്യോത്തരങ്ങളിൽ ഇങ്ങനെയാണ് കിടപ്പുള്ളത്. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ മാറ്റമുണ്ട് കേട്ടോ. ഫൈനുകളും അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ നിലവിലുള്ള ശിക്ഷാവിധികളിലും എല്ലാം മാറ്റമുണ്ട് ചെറിയ. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കരുത്, രണ്ടും വ്യത്യാസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മാനസികമോ ശാരീരികമോ സുഖമില്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 200 രൂപയാണ് കേട്ടോ. ഇനി അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ. ഓക്കെ, അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം തടവോ 1000 രൂപ പിഴയോ അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തുമാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അപകടകരമായ രീതിയിൽ എന്ത് ചെയ്യരുത്? വാഹനം ഓടിക്കാൻ നിൽക്കരുത്. അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം തടവും അതുപോലെ തന്നെ 1000 രൂപ പിഴ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചായാലും ചിലപ്പോൾ കിട്ടാം. ഇനി 37ാമത്തെ ചോദ്യം നോക്കാം. മദ്യപിച്ച് വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ. ഓക്കെ, മദ്യപിച്ചാണ് ഒരാൾ വാഹനം ഓടിക്കുന്നത്. അവിടെ 6 മാസം തടവോ 2000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്തോ എന്ത് ചെയ്യാം? ലഭിക്കാം. ഓക്കെ, 6 മാസം തടവോ 2000 രൂപ പിഴയോ ഇത് രണ്ടും ചേർത്തോ എന്ത് ചെയ്യാം? ലഭിക്കാം. ഇനി നമുക്ക് 38ാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. 38ാമത്തെ ചോദ്യം നോക്കിയോ. 113ാം വകുപ്പ് നിഷ്കർഷിക്കുന്നത് എന്ത്? ഓക്കെ, 113ാമത്തെ വകുപ്പ് നിഷ്കർഷിക്കുന്നത് എന്ത്? അമിതഭാരമാണ് കേട്ടോ. വാഹനത്തിലെ അമിതഭാരത്തെക്കുറിച്ച് പറയുന്നതാണ് എത്രാമത്തെ വകുപ്പ്? 113ാമത്തെ വകുപ്പ്. ഇനി 39ാമത്തെ ചോദ്യം. പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? അതായത് നമ്മളെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിൻ്റെ കാലാവധി എത്ര എന്നാണ് ചോദ്യം. 6 മാസമാണ്. ഇപ്പോൾ നമ്മൾ BS6 വാഹനങ്ങളാണ് എങ്കിൽ അതിൻ്റെ കാലാവധി 1 വർഷമാണ്, അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ പുകമലിനീകരണ നിയന്ത്രണത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. ഇപ്പം നിലവിലാണെങ്കിൽ BS6 വാഹനങ്ങളാണെങ്കിൽ അതിന് 1 വർഷം വരെയുണ്ട്. ഇനി വാഹന ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? നമ്മൾ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാറില്ലേ, അപ്പോൾ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. ഇൻഷുറൻസിൻ്റെ നമ്മൾ പുതിയ വാഹനമൊക്കെ എടുക്കുമ്പോൾ അറിയാമല്ലോ, അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നിലവിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഇൻഷുറൻസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ് കേട്ടോ. ഇനി 41ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇരുചക്ര വാഹനം ഓടിക്കുന്നയാൾ ഏത് കൈ കൊണ്ടാണ് സിഗ്നൽ കാണിക്കേണ്ടത്? ഏത് കൈ കൊണ്ടാണ്? വലത് കൈ കൊണ്ടാണ് കേട്ടോ. നമ്മൾ കാറിലിരിക്കുമ്പോഴായാലും ബൈക്കിലിരിക്കുമ്പോഴായാലും എല്ലാം എന്ത് തന്നെയാണ്? വലത് കൈ കൊണ്ടാണ് സിഗ്നൽ കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ചോദ്യം ഇത്തിരി ചുറ്റിച്ച് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഇരുചക്ര വാഹനം ഓടിക്കുന്നയാൾ ഏത് കൈ കൊണ്ടാണ് സിഗ്നൽ കാണിക്കേണ്ടത്? ഏത് കൈ കൊണ്ടാണ്? വലത് കൈ കൊണ്ടാണ് കാണിക്കേണ്ടത് കേട്ടോ. വലത് കൈ. ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന വലത് കൈ കൊണ്ടായതുകൊണ്ട് അതുകൊണ്ടല്ല എന്ന് ചിന്തിക്കരുത്. ഇനി 42ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. രാത്രിയിൽ എതിർവശത്ത് വണ്ടി വരുമ്പോൾ ചെയ്യേണ്ടത് എന്ത്?
ഓക്കെ, നമ്മുടെ അതായത് രാത്രി വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വാഹനം വരികയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ലൈറ്റ് ഡിം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മിക്കവാറും നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കൂടെയാണ് അല്ലേ. ഡിമ്മിന് പകരം എന്തായിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും അടിച്ചു. അപ്പോൾ നമ്മുടെ കണ്ണിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രകാശം ഡയറക്റ്റ് വന്ന് അടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണ് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുക. നമുക്ക് മുന്നിലുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് എന്ത് ചെയ്യുക, ഡിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഇനി 43ാമത്തെ ചോദ്യം, രാത്രിയിൽ ബ്രൈറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതെല്ലാം? ഓക്കെ, ഒന്ന് നഗരങ്ങൾ, പിന്നെ തെരുവ് വിളക്കുകൾ ഉള്ള സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് അറിയാമല്ലോ, ടൂ വീലറൊക്കെ അത്യാവശ്യം ഓടിച്ച് പഠിച്ചവർക്കൊക്കെ അറിയായിരിക്കും. എന്താണ്, നമ്മുടെ ലൈറ്റിൽ ഡിമ്മും ബ്രൈറ്റും കാണും. അതിൽ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് ചോദിച്ചത്. നഗരങ്ങളിലും അതുപോലെ തന്നെ തെരുവ് വിളക്കുകളുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി 44ാമത്തെ ചോദ്യം നോക്കാം. 44ാമത്തെ ചോദ്യം, കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഏത് വശത്തോടു കൂടെയാണ് നടക്കേണ്ടത്? ഏത് വശത്തു കൂടെയാണ്? വലത് വശത്തു കൂടിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്ന കാര്യങ്ങളാണ്. LP ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോഴേ പഠിക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഏത് വശത്തു കൂടിയാണ് നടക്കേണ്ടത്? വലത് വശത്തോടു കൂടിയാണ് കേട്ടോ. ഇനി 45ാമത്തെ ചോദ്യം നോക്കാം. റോഡിൽ മുൻഗണന നൽകേണ്ട വാഹനങ്ങൾ ഏതൊക്കെയാണ്? ആംബുലൻസ്, ഫയർ എഞ്ചിൻ, അത്തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുൻഗണന നൽകേണ്ടത്. കാരണം എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ പെട്ടെന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എന്താണ്, നമ്മളൊന്ന് ഒതുക്കി കൊടുക്കുകയോ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. റോഡിൽ മുൻഗണന നൽകേണ്ട വാഹനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആംബുലൻസ്, ഫയർ എഞ്ചിൻ അങ്ങനെയുള്ള വാഹനങ്ങളാണ്. ഇനി 46ാമത്തെ ചോദ്യം നോക്കാം. സ്റ്റോപ്പ് ലൈൻ വരച്ച് സ്റ്റോപ്പ് എന്ന് എഴുതുന്ന സ്ഥലം. ഓക്കെ, സ്റ്റോപ്പ് ലൈൻ വരച്ച് സ്റ്റോപ്പ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം എവിടെയായിരിക്കും? ജംഗ്ഷനിലാണ് നമുക്ക് അത്തരത്തിൽ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ജംഗ്ഷനുകളിലാണ് നമുക്ക് അത്തരത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി മോട്ടോർ സൈക്കിളിൻ്റെ അനുവദനീയമായ പരമാവധി വേഗം ഇവിടെ 50 km/h ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 50 km/മണിക്കൂർ. ഓക്കെ, ഇപ്പോൾ നിലവിൽ അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. മോട്ടോർ സൈക്കിൾ ബൈക്കുകളുടെയൊക്കെ ഇതിപ്പം 60 അങ്ങനെ കണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിൽ കിടക്കുന്ന പഠിച്ചു. മോട്ടോർ സൈക്കിളിൻ്റെ അനുവദനീയ പരമാവധി വേഗം എന്ന് പറയുന്നത് എത്രയാണ്? 50 km/h ആണ്. ഇനി 48ാമത്തെ ചോദ്യം നോക്കാം. കാറുകൾക്ക് കേരളത്തിൽ അനുവദനീയമായ പരമാവധി വേഗം 70 km/h ആണ് കേട്ടോ. 70 km/മണിക്കൂർ. ഇനി ഓട്ടോകൾക്ക് കേരളത്തിന് അനുവദനീയമായ പരമാവധി വേഗം 40 km ആണ് കേട്ടോ. 40 km. ഇനി മീഡിയം ഹെവി പാസഞ്ചറുകൾക്ക് കേരളത്തിന് അനുവദനീയമായ പരമാവധി വേഗം 60 km. ഓക്കെ, ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇരുചക്ര വാഹനങ്ങൾ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ 50 km ആണ്, കാറുകളാണെങ്കിൽ 70 ആണ്, ഓട്ടോയാണെങ്കിൽ 40 ആണ്. ഇനി മീഡിയം ഹെവി പാസഞ്ചറുകളാണെങ്കിൽ 60 km ആണ് കേട്ടോ. ഇനി 51ാമത്തെ ചോദ്യം നോക്കാം. ട്രാക്ടറിൽ അനുവദനീയമായ ആളുകളുടെ എണ്ണം. ഓക്കെ, ട്രാക്ടർ അറിയാമല്ലോ, അതിലെന്ന് പറഞ്ഞാൽ ഡ്രൈവർക്ക് മാത്രമാണ് അതിൽ കയറാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഡ്രൈവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കയറാനായിട്ട് പറ്റുള്ളൂ. ഇനി ഡ്രൈവർ റോഡിൻ്റെ ഏത് വശം ചേർന്ന് വാഹനം ഓടിക്കണം? ഓക്കെ, നമ്മളെപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് റോഡിൻ്റെ ഏത് വശത്തോട് ചേർന്നാണ്? ഇടത് വശം ചേർന്നാണ്. ഓക്കെ, കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമെന്ന് തോന്നും. നമുക്കെങ്കിലും എന്ത് ചെയ്യും, എക്സാമിന് ചിലപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, ചോദിച്ചേക്കാം. ഇനി 53ാമത്തെ ചോദ്യം നോക്കാം. ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ? അപ്പോൾ നോക്കിക്കോണം, ഇടതുവശത്തേക്കാണ് കയറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിരിക്കുന്നത്. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇടതുവശം ചേർന്ന് സിഗ്നൽ കാണിച്ച് തിരിഞ്ഞ് പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറണം. ഇതിൻ്റെ വലത് അടുത്ത് നമുക്ക് ചോദ്യത്തിലേക്ക് വരുന്നുണ്ട് കണ്ടോ. ഓക്കെ, അടുത്ത ചോദ്യം വലതാണ്. അതും കൂടെ നമുക്കൊന്ന് പറയാം. ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വലതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ? വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തോടു കൂടി പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറണം. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇടതുവശമാണെങ്കിൽ നമ്മൾ നോർമലി വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇടതുവശത്തൂടെ ആയിരിക്കും. അപ്പോൾ ആ ഇടതുവശം ചേർന്ന് തന്നെ നമ്മൾ ഏത് റോഡിലേക്കാണോ കയറേണ്ടത് അതിൻ്റെ ഇടതുവശത്തേക്ക് കയറുക. അതേസമയം വലതുവശത്താണ് നമ്മൾ വലത്തേക്കുള്ള റോഡിലേക്കാണ് തിരിഞ്ഞ് കയറേണ്ടതെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ സിഗ്നലിട്ട് എന്ത് ചെയ്യണം, റോഡിൻ്റെ മധ്യഭാഗത്ത് എത്തിയതിന് ശേഷം പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറണം. രണ്ടിടത്തും സിഗ്നലിൻ്റെ കാര്യം കൂടെ നോക്കിക്കോണം. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഓപ്ഷനിൽ ചിലപ്പോൾ എന്താണ് സിഗ്നൽ കാണിക്കുക എന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഒരു ഓപ്ഷനിൽ കാണത്തില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യരുത്, അത് ഉത്തരം സെലക്ട് ചെയ്യരുത്. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, അത് സെലക്ട് ചെയ്തെടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി
55-ാമത്തെ ചോദ്യം നോക്കാം. 55-ാമത്തത്, കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിങ്ങിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം ഓടിച്ചെത്തുന്ന ഡ്രൈവർ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം എന്നാണ് അടുത്ത ചോദ്യം കേട്ടോ. ഓക്കെ, വാഹനം നിർത്തി കാൽനട യാത്രക്കാർ കടന്നുപോയ ശേഷം മുന്നോട്ട് പോവുക. മുൻഗണന കാൽനട യാത്രക്കാർക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പഠിച്ചു വയ്ക്കുക. നമ്മൾ നോർമലി കാണുന്ന കാഴ്ചയാണ്. കാൽനട യാത്രക്കാരാണെങ്കിൽ അവരവിടെ നിൽക്കും, നമ്മൾ എന്ത് ചെയ്യും, ഹോൺ ഓടിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയല്ല, കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിങ്ങിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ എന്നതിൽ നമ്മൾ അനുവർത്തിക്കേണ്ട നിയമം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, വാഹനം നിർത്തി കാൽനട യാത്രക്കാർ കടന്നു പോയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവിടെ മുൻഗണന കൊടുക്കേണ്ടത് കാൽനട യാത്രക്കാർക്കാണ്. ഇനി 56-ാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. 56-ാമത്തെ ചോദ്യം. ഓക്കെ, 56-ാമത്തെ ചോദ്യം, റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞ വര ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തല്ല? ഓക്കെ, റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞ വര ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തല്ല? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മഞ്ഞ വര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല. ഓക്കെ, ആ മഞ്ഞ വരയിൽ തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല. ഓക്കെ, ഇനി മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? അതിൽ ഏറ്റവും ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ മുന്നിൽ നിന്ന് പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്ന് സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഓവർടേക്ക് ചെയ്യുക. ഇതും നമ്മൾ പൊതുവേ റോഡിൽ കാണുന്നത് എന്താണ്, ഹോൺ അടിക്കുന്നു, ഓവർടേക്ക് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്, മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇനി 58-ാമത്തെ ചോദ്യം നോക്കാം. മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാം? മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഇടുങ്ങിയ പാലമാണെങ്കിൽ നമ്മൾ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇടുങ്ങിയ പാലം, വളവ്, തിരിവ്, ജംഗ്ഷൻ, മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം, മറ്റു വാഹനം തൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നിലെ വാഹനത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ, ഇത്രയും സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. പഠിച്ചു വയ്ക്കുക. ഇടുങ്ങിയ പാലം, വളവ്, തിരിവ്, ജംഗ്ഷൻ, മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം, മറ്റു വാഹനം തൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാടില്ല. പിന്നെ മുന്നിലെ വാഹനത്തിന് സിഗ്നൽ കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇനി 59-ാമത്തെ ചോദ്യം നോക്കാം. ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. നോക്കിയോ, അതും സെയിം ഇത് തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, ഇടുങ്ങിയ പാലം, വളവ്, തിരിവ്, ജംഗ്ഷൻ, മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം. ഓക്കെ, രണ്ടും ഒരേ ചോദ്യം തന്നെയാണ്. ഇത് അവിടെയാണെങ്കിൽ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ സ്ഥലങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥലങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുങ്ങിയ പാലവും, വളവ്, തിരിവ്, ജംഗ്ഷൻ, മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം, ഇത്രയാണ് സ്ഥലങ്ങൾ. സാഹചര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതും വരും. അതിനോടൊപ്പം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ മറ്റൊരു വാഹനം നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മുന്നിൽ നിന്ന് പോകുന്ന വാഹനത്തിൻ്റെ സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർക്കണം. ഓക്കെ, ഇനി 60-ാമത്തെ ചോദ്യം നോക്കാം. 60-ാമത്തെ ചോദ്യം, തൻ്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമെന്നാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, അപ്പോൾ നമ്മുടെ പിന്നിൽ നിന്നൊരു വാഹനം നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ നോക്കിക്കോ. വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകാൻ അനുവദിക്കണം. വേഗത കൂട്ടുകയോ തടസ്സപ്പെടുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേഗത കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇടത്തേക്ക് മാറ്റി കൊടുക്കുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, വേഗത കൂട്ടി അയാളെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, ഇതാണ് നമ്മൾ പാലിക്കേണ്ട നിയമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം കേട്ടോ. ഇത് ലേണേഴ്സിൽ മാത്രം പഠിച്ച് ഒതുക്കരുത്. നമ്മളിനി ഒരു ഡ്രൈവറായി കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്തൊക്കെ പാലിച്ച് പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത 30 ചോദ്യമായിട്ട് നമുക്ക് അടുത്ത പാർട്ടി കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്, ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.